മക്കൾസ്, ഈയിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ് USS എക്സാം എന്നുള്ളത്. എന്താണ് ഈ USS എക്സാം? നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് USS എക്സാമിന്റെ സെലക്ഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരുടെ സ്കൂളിലും USS എക്സാം സെലക്ഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് താഴൊന്ന് കമന്റ് ചെയ്യുക. സോ നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള വലിയൊരു ഡൗട്ടായിരിക്കും, എന്താണ് ഈ USS എക്സാം, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എത്ര രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ആൻഡ് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവും. സോ ഇതെല്ലാം ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പോവാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ USS എക്സാം ഇത് ആർക്കൊക്കെ ആയിരിക്കും എഴുതാൻ പറ്റുന്നത്? നിങ്ങൾ ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്കായിരിക്കും നമുക്ക് USS എക്സാം എഴുതാൻ പറ്റുക. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ സെലക്ഷൻ നടത്തുക. ചില കുട്ടികൾക്ക് ഓൺ എക്സാമിന്റെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും USS എക്സാമിന്റെ സെലക്ഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ ചില സ്കൂളിലൊക്കെ ഇതിനായിട്ട് വേറെ സെപ്പറേറ്റ് ടെസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നായിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ 7ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല കാലിബർ ഉള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നാണ് ഈ ഒരു എക്സാമിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. യെസ്, ദെൻ ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 1500 രൂപയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരൊറ്റ പ്രാവശ്യമൊന്നും അല്ല കേട്ടോ. വൺസ് ഇൻ എ ഇയർ ഇൻ ക്ലാസ് 8, 9, 10 8, 9, 10 ക്ലാസ്സുകളിൽ ഓരോ കൊല്ലവും 1500 രൂപ വീതം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു USS എക്സാം നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ദെൻ നമ്മളുടെ എക്സാമിന്റെ സിലബസും നാച്ചർ ഓഫ് ദി ടെസ്റ്റും വരുന്നത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇൻ ക്ലാസ് 7. നിങ്ങൾ പഠിക്കേണ്ട ഇത് തന്നെയാണ്. നിങ്ങൾ എന്താണോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ക്ലാസ് 7ൽ എന്താണോ പഠിച്ചത് അത് അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ MCQ ഫോർമാറ്റ്. MCQ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് A, B, C, D എന്ന് പറയുന്ന 4 ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് അല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് ഈ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ വലിയ പ്രശ്നമുള്ള എക്സാം ഒന്നും അല്ല ഇത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഈച്ച് കറക്റ്റ് ആൻസർ വിൽ ബി ഗെറ്റ് 1 മാർക്ക്. നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്കെല്ലാം 1 മാർക്ക് കിട്ടും. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഇവിടെ ഉണ്ടാവുന്നില്ല. അതായത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്കൊക്കെ 1 മാർക്ക് ആയിരിക്കും. തെറ്റിയാൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നില്ല. ഓക്കെ, ദെൻ ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക. രാവിലെയും ഉച്ചക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. പേപ്പർ 1 എന്ന് പറയുന്നത് രാവിലത്തെ പേപ്പർ 1ൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജും മാത്സും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പേപ്പർ 2 ഉണ്ടാവുക. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, സയൻസ് ഉണ്ടാവും, സോഷ്യൽ ഉണ്ടാവും. ഈ പേപ്പർ 1നെ തന്നെ ഇവർ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. ഈ പാർട്ട് എയിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയിൽ ഫസ്റ്റ് ലാംഗ്വേജ് തന്നെയാണ്. ആൻഡ് പാർട്ട് സിയിൽ മാത്സും ആയിരിക്കും. ആൻഡ് അടുത്ത പേപ്പർ 2 ആണെങ്കിൽ പേപ്പർ 2ന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് A ഇംഗ്ലീഷ് ആയിരിക്കും, പാർട്ട് B ബേസിക് സയൻസ് ആയിരിക്കും, പാർട്ട് C സോഷ്യൽ സയൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും മാർക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് 50 MCQs ആണ്. 50 MCQ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിന് 90 മിനിറ്റ് കിട്ടും. 90 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾ 50 MCQs ആയിരിക്കും നിങ്ങൾ എഴുതേണ്ട. ഓക്കെ, അപ്പൊ പാർട്ട് എയിൽ പേപ്പർ 1ന്റെ പാർട്ട് എ ഫസ്റ്റ് ലാംഗ്വേജിൽ 15 MCQ ഉണ്ടാവും. അതിൽ എല്ലാ MCQസും അതായത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഇനി പാർട്ട് ബിയിലും 15 MCQ ആണ് ഉണ്ടാവുക. 15 MCQയിൽ കറക്റ്റ് ആൻസേർഡ് 10 ക്വസ്റ്റ്യൻസ് ഓൺലി കൺസിഡർ ഫോർ ദി ഇവാലുവേഷൻ. അതായത് 15 MCQ ഉണ്ടാവും. അതിൽ 10 എണ്ണം ശരിയാക്കിയാൽ മതി. ആ ശരിയായിട്ടുള്ള 10 എണ്ണമായിരിക്കും അവരെന്ത് ചെയ്യുക? ഇവാലുവേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് പാർട്ട് C വരികയാണെങ്കിൽ നമ്മളുടെ മാത്സ് നോക്കുകയാണെങ്കിൽ 20 MCQ ഉണ്ടാവും. ആ 20 MCQയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. അതായത് 20 MCQയിൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പേപ്പർ 2 എടുത്ത് നോക്കുകയാണെങ്കിൽ പേപ്പർ 2ൽ 55 MCQs ആണ് ഉണ്ടാവുക. ഇതിനും 90 മിനിറ്റ്സ് അതായത് 1.5 മണിക്കൂർ സമയം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ദെൻ അടുത്ത പാർട്ട് A, അതിന്റെ പാർട്ട് എയിൽ 15 MCQ ആണ്.
15 MCQയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. പാർട്ട് എ ഏതാണ്? പാർട്ട് എ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി പാർട്ട് ബിയിൽ 20 MCQs ആണ്, അതായത് നമ്മളുടെ ബേസിക് സയൻസ്. ബേസിക് സയൻസിൽ 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ അല്ല 20 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. 20 ക്വസ്റ്റ്യനിൽ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയാൽ മതി. ബാക്കി 5 എണ്ണം തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് പാർട്ട് സി. പാർട്ട് സി നമ്മളുടെ ഏതാണ്? സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലും 20 MCQ ആണ് ഉണ്ടാവുക. 20 MCQയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിൽ ആലോചിച്ച് വെക്കേണ്ടത്? നമ്മളുടെ USS എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. അപ്പോൾ USS എക്സാം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി, എല്ലാം സെറ്റാണ് അല്ലേ? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതെങ്ങനെയാ പഠിക്കുക, ഇതെന്താ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാനും റെഡിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒന്നുമല്ല, നിങ്ങളുടെ 7ാം ക്ലാസ് തന്നെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബേസിക്സ് മുതൽ പഠിക്കണം എന്ന ആഗ്രഹം ഉള്ളിലുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് ഉള്ള ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള കുട്ടികൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക.